രാജ്യത്ത് തിരഞ്ഞെടുപ്പിന് ബാലറ്റ് ഉപയോഗിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. ഇവിഎമ്മിനെതിരെ നിലപാടെടുത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വർഗീയ ചേരിതിരിവിനു വേണ്ടി സർക്കാർ പുലർച്ചെ 3 മണിവരെ സഭ നിർത്തി. വഖഫ് നിയമ ഭേദഗതിയിലെ ചർച്ച ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷന്റെ വിമർശനം. ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീനാഥ്, AICC സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത് EVM-കൾ മാറ്റി പകരം ബാലറ്റ് വോട്ടെടുപ്പിലേക്ക് രാജ്യം മടങ്ങിപ്പോകണമെന്നുള്ളതാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്? എന്താണ് ഈ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ പാർട്ടി നേതൃത്വം നിരത്തുന്ന കാരണങ്ങൾ? ഇപ്പോൾ പ്രമേയ അവതരണത്തിന് മുന്നോടിയായാണ് മല്ലികാർജുൻ ഖാർഗെ സംസാരിച്ചത്. അദ്ദേഹം പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ നടത്തുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് EVM ഒഴിവാക്കി ബാലറ്റിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണം എന്നതാണ്. അതിനെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഒത്തുകളിക്കുകയാണ് എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. സുതാര്യമായ തെരഞ്ഞെടുപ്പിന് ബാലറ്റിലേക്ക് മടങ്ങിപ്പോകണം എന്ന നിലപാട് ഇവിടെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലും ഈ വഖഫുമായി ബന്ധപ്പെട്ട ചർച്ചയടക്കം ചൂണ്ടിക്കാട്ടി വർഗീയ ചേരിതിരിവിന് ഒരു സർക്കാർ തന്നെ ശ്രമിക്കുകയാണ് എന്നൊരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. വഖഫ് ചർച്ച ഈ വിധം നീട്ടിക്കൊണ്ടു പോയത് പോലും ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടിയാണ് എന്നും അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷ നേതാവിനെ സഭയിൽ സംസാരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. ജനാധിപത്യ രാജ്യത്തെ ലജ്ജാകരമായ നടപടിയാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നു. തന്നെ രാജ്യത്തെ വിൽക്കാനുള്ള ശ്രമമാണ് മോദി സർക്കാർ ഇപ്പോൾ നടത്തുന്നത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതിനൊപ്പം തന്നെ മറ്റു വിഷയങ്ങളിൽ കൂടി അദ്ദേഹത്തിന്റെ വിമർശനം തുടരുകയാണ്. ഈ ബില്ലുകൾ, ഈ ഗവർണർമാർ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നത് ബില്ലുകൾ തടഞ്ഞു വെച്ചുകൊണ്ടാണ്. ഇനി ആ പണി നടക്കില്ല എന്നത് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ OBC വിഭാഗത്തോട് ഇപ്പോൾ മോദി കാണിക്കുന്ന പ്രേമമൊക്കെ തന്നെ അത് വോട്ടിടാൻ വേണ്ടി മാത്രമാണ് എന്നും പാവപ്പെട്ട OBC-കൾക്കായി ഒന്നും ചെയ്യുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. സർക്കാരുകൾ, ഈ സംസ്ഥാന സർക്കാരുകളുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ബന്ധം പോലും വളരെ മോശമായ അവസ്ഥയിലാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് കാര്യങ്ങൾ വളരെ മാറി. സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ടുകൾ ഈ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുന്നു എന്നുകൂടി അദ്ദേഹം ഈ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഈ പ്രസംഗത്തിന് ശേഷം പ്രമേയ അവതരണമാണ്. ഈ 2 പ്രമേയങ്ങൾ കൂടി ഈ അവതരിപ്പിക്കും. അതിലൊന്ന് ഗുജറാത്തുമായി ബന്ധപ്പെട്ടതും രണ്ടാമത്തേത് രാജ്യത്തെ ദേശീയ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിയത്. അതിൽ വഖഫ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ട്. GK ശ്രീനാഥ്, ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ രൂപീകൃതമായിട്ടുള്ള ഇന്ത്യ മുന്നണിയെക്കുറിച്ച്, ഇന്ത്യ സഖ്യത്തെക്കുറിച്ച്, അതിനകത്ത് കോൺഗ്രസ് വഹിക്കേണ്ട പങ്കിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കോൺഗ്രസ് നേതൃത്വം സംസാരിച്ചോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത വരുത്താൻ മല്ലികാർജുൻ ഖർഗെ തയ്യാറായോ? ഇപ്പോൾ സഖ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതേക്കുറിച്ച് കൃത്യമായ ഒരു കാര്യം പുറത്തേക്ക് വന്നിട്ടില്ല. പാർട്ടിക്കകത്ത് സംഘടനാ തലത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങളെയും പാർട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന കാര്യങ്ങളുമാണ് പ്രധാനമായും ചർച്ചകൾ നടന്നത് എന്നതാണ് KC വേണുഗോപാൽ അടക്കമുള്ളവർ വൈകിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തത്. ഒരു വിശദമായ അഴിച്ചുപണിയുടെ സാധ്യതകൾ കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമായി വന്നേക്കാം എന്നുമൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അതൊക്കെ അഭ്യൂഹങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ, ശ്രീനാഥ്? രമേശ് ചെന്നിത്തല കുറച്ചുകൂടി വ്യക്തമായി ഈ DCC തലത്തിൽ ഈ ഇപ്പോഴുള്ള DCC അധ്യക്ഷന്മാർ കൂട്ടത്തോടെ മാറാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചു എന്ന വാർത്തയോടാണ് അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ അത് നിഷേധിക്കുന്നത്. അതേസമയം ഒരു പുനഃസംഘടന എന്ന കാര്യം ഇന്നലെ തന്നെ KC വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ ഒരു വിശാല അർത്ഥത്തിൽ, കാരണം ഇത് ഒരു പുനഃസംഘടന വർഷമായി കോൺഗ്രസ് കാണുന്നു, അതുകൊണ്ട് സംഘടനാ തലത്തിൽ വിശദമായ ഒരു പുനഃസംഘടന ഉണ്ടാകും. അത് PCC തലങ്ങളിൽ എന്തായാലും ഉണ്ടാകും. DCC തലങ്ങളിലും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് തരത്തിലായിരിക്കും എന്നത്, എത്ര വേഗത്തിൽ നടക്കും എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഈ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാവുന്ന നീക്കങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.